നമ്മളൊരു പാർട്ടിയിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു. ആ പാർട്ടിയുമായിട്ടുള്ള ചില അതൃപ്തികളുടെ പുറത്ത്. അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതിൽ ഏതിലേക്ക് വേണമെങ്കിലും പോകാം. അപ്പം ഞാൻ ഈ കോൺഗ്രസിലേക്ക് പോകുന്നില്ല, പകരം ഞാൻ ബിജെപിയിലേക്കാണ് അല്ലെങ്കിൽ എൻഡിഎയിലേക്കാണ് പോകുന്നത് എന്നുള്ള തീരുമാനം എടുക്കാനുണ്ടാക്കിയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും വ്യക്തിപരമായ കാരണങ്ങൾ. ഞാനിപ്പോൾ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആക്ഷേപം ശരിയാന്ന് വരികയല്ലേ? കാരണം ഞാൻ ഒരു രാഷ്ട്രീയ വിടുന്നത് അധികാരമോഹത്തിന്റെ ഭാഗമാണെന്ന് പറയും. കാരണം ഭരിക്കാൻ പോകുന്ന 2 പാർട്ടികളാണ് ഈ CPM-ഉം കോൺഗ്രസും അല്ലേ? രാഷ്ട്രീയ കേരളത്തിൽ ഒരു ചരിത്രം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു. BJP ചിത്രത്തിലേ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ പോയാൽ എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി പോയാണ് ഞാൻ ഈ മത്സരിച്ചില്ലെങ്കിൽ പോലും ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാനോ അല്ലെങ്കിൽ ബോർഡ് മെമ്പറോ അങ്ങനെ വല്ലതും കിട്ടാനായിരിക്കും പോകുന്നത്. ഇപ്പുറത്ത് വന്നാലും അതേ തന്നെ വരും. അപ്പോൾ ഇതൊന്നും നിലവിലില്ലാത്തൊരു പാർട്ടിയാണല്ലോ ഇപ്പം BJP. ഭരണത്തെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറാൻ പറ്റും. കാരണം 140 മണ്ഡലങ്ങളിലെ ജയത്തിനൊപ്പം BJP-യും കുറച്ച് വോട്ടുകൾ പിടിക്കും, BJP-യും കുറച്ച് MLA-മാരുണ്ടാക്കും. അങ്ങനെ ഒരു 10-15 MLA-മാരുണ്ടായി കഴിഞ്ഞാൽ BJP ആയിരിക്കും എന്ത് ഡിസിഷൻ ഇവിടെ എടുക്കണം തീരുമാനിക്കുന്നത്. അത് പൊളിറ്റിക്കലി ആണ്. പക്ഷേ അധികാരത്തിന് പോകുകയാണെങ്കിൽ മറ്റു പാർട്ടികൾ നമുക്ക് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു സേവനം ഇങ്ങനെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കപ്പെട്ടു.